ഹലോ അസ്സാം വലൈക്കും. അപ്പം നമുക്ക് പച്ചരി സദാ പച്ചരി വെച്ചിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നെയ്ച്ചോറ് വെക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിന്നെ ഇതുപോലെ ചെയ്താൽ ഒരിക്കലും പച്ചരി വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പച്ചരി എടുത്തിട്ട് നേരത്തെ കഴുകിയിട്ട് ഒരു ഓട്ടക്കൊട്ടയിൽ വെച്ച് കണ്ട് ഇതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം കഴുകിയിട്ട് ഉണക്കല്ല, ഒരു ഓട്ടക്കൊട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ നന്നായി വാർന്നിട്ട് ഇതുപോലെ ആയിക്കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു ചെമ്പക അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിക്ക് കുറച്ച് RKG ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മരുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ജീരകം, കാറാമ്പൂവ്, കുറച്ച് കുരുമുളക്, കുറച്ച് പട്ട, 2 ഏലക്കായ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ഈ നെയ്യിലും എണ്ണയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കേക്ക് വാരി വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ അതും പാടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഓട്ടക്കൊട്ടയിൽ ഇടാനാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ട് ഇതുപോലെ ഉണങ്ങി കിട്ടും. ഒരിക്കലും വെള്ളം കൊടുക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഈ നെയ്യിലും എണ്ണയിലും ഒക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടത്. അപ്പോൾ ഇത് അരി കട്ടൊന്നും പിടിക്കാതെ ഇത് വെന്ത് വരുമ്പോൾ ചോറാകുമ്പോൾ കട്ടൊന്നും പിടിക്കാതെ കിട്ടുന്നത്. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ഇതിലൊന്ന് വറുത്തെടുക്കാം. നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ കേക്ക് വാരി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, 4 കപ്പ്. 4 കപ്പിക്ക് 8 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പിന് 2 കപ്പ് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. ഇതിക്ക് നമ്മൾ നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന ഓല ഉണ്ടല്ലോ, അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, മൂടി തുറന്നിട്ട്. കണ്ടില്ല, ഇപ്പോൾ നല്ല തിളച്ച് വെള്ളമൊക്കെ വറ്റി തുടങ്ങാറായിട്ടുണ്ട്. അപ്പം ഇനി ഇതിക്ക് നമുക്ക് ഒരു വറവ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് RKGയും സൺഫ്ലവർ ഓയിലും പാടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലവണ്ണം ബ്രൗൺ നിറമാവുമോളം അതിലൊന്ന് വറുത്തെടുക്കണം.
ഇത്ര മതി. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ച സവാളയും ഉണക്കമുന്തിരിയും അതിൻ്റെ നെയ്യ് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. നമുക്ക് സേവ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അടിപൊളി നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചൂടൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഈ ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിങ്ങനെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തേക്ക് സേവ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരിക്കലും പച്ചരി വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.